ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായിട്ടുള്ളത്. 6400 രൂപ വീതം 50 ലക്ഷത്തിലേറെ പേരിലേക്ക് എത്തിച്ചേരേണ്ട തുകയാണ് ഇത്. ലഭിക്കേണ്ടവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തെ 6ൽ ഒരാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇത്. ഓണക്കാലത്ത് വിതരണം ചെയ്യേണ്ട പെൻഷൻ ക്രിസ്മസിനാണ് സർക്കാർ വിതരണം ചെയ്തത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻകാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നതെന്നാണ് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി അറിയിച്ചിരിക്കുന്നത്. സാധാരണക്കാരന് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അവരുടെ മരുന്നിനും അത്യാവശ്യങ്ങൾക്കുമായി ചെലവഴിക്കേണ്ടതാണെന്നും അത് അതാത് മാസം നൽകാതെ മുടക്കുന്നത് സാധാരണക്കാരന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിനായി പെട്രോളിനും മദ്യത്തിനുമെല്ലാം സംസ്ഥാനത്ത് സർക്കാർ സെസ് പിരിക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയിലെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യണമെന്നും വരും മാസങ്ങളിൽ കൃത്യമായി പെൻഷൻ വിതരണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കുടിശ്ശിക ആകുവാൻ കാരണമെന്ന് പറഞ്ഞത് തള്ളിയ കോടതി സർക്കാരിന്റെ മറ്റ് ആഡംബര കാര്യങ്ങൾക്ക് തടസ്സമില്ലെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് സർക്കാരിന്റെ മുൻഗണനയുടെ പ്രശ്നമാണെന്ന് നിരീക്ഷിച്ചത് സർക്കാരിന് തിരിച്ചടിയായി. കേന്ദ്രവിഹിതം മുടങ്ങിയെന്ന് സംസ്ഥാനം സൂചിപ്പിച്ചതിനെ തുടർന്ന് കേന്ദ്രത്തിലും ഈ വിഷയത്തിൽ വിശദീകരണം നൽകുവാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 10 ക്ഷേമ പെൻഷൻ കേസ് കോടതി വിധി പറയുന്നതിലേക്കായി വീണ്ടും പരിഗണിക്കും. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി 6000 കോടി രൂപയുടെ വായ്പാ അനുമതിക്കായി സംസ്ഥാനത്തിന് കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 1404 കോടി രൂപയുടെ നികുതി വിഹിതവും 1100 കോടി രൂപയുടെ വായ്പാ വിഹിതവും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി നേരത്തേക്കായി നൽകിയതും. ജനുവരിയിൽ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും സർക്കാരിന്റെ ദൈനംദിന ചിലവുകൾക്കും തുക ണ്ടതുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിയാത്തത്. ഈ സാഹചര്യത്തിലാണ് ആശ്വാസകരമായ ഒരു അറിയിപ്പ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും 900 കോടി രൂപ കൂടി വായ്പ എടുക്കുവാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് സംസ്ഥാനത്തിന് 800 കോടിയോളം രൂപയാണ് വേണ്ടത്. കേന്ദ്രാനുമതി കിട്ടിയതിനെ തുടർന്ന് വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണ നടത്തിപ്പിനായി ജനുവരി 9 900 കോടി രൂപയുടെ വായ്പാ കടപ്പത്രങ്ങൾ ഇറക്കി സ്വരൂപിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 9-ാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബേർ പോർട്ടൽ വഴിയാണ് കടപ്പത്ര ലേലം നടക്കുന്നത്. വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്കായാണ് കടമെടുപ്പ്. 9-ാം തീയതി തുക ലഭിക്കുന്ന സാഹചര്യത്തിൽ 10-ാം തീയതി ക്ഷേമ പെൻഷൻ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാർ ഭാഗത്തു നിന്നും പെൻഷൻ വിതരണ കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുകൂടാതെ ഈ മാസം അവസാനത്തിൽ അവതരിപ്പിക്കുന്ന 2024 ബഡ്ജറ്റിൽ ബാക്കി കുടിശ്ശിക പെൻഷനും 1 വർഷത്തോളമായി മുടങ്ങിയ നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒരു പരിധിവരെ കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്ന് കരുതുന്നു. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.